Hello friends, let's start a new video. I am Rahul. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഹാക്കിംഗ് എന്താണ്, ഹാക്കിംഗ് എന്തൊക്കെ ടൂൾസ് വേണം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ മിക്ക ആൾക്കാരും ഗൂഗിൾ സെർച്ച് ചെയ്ത കാര്യമായിരിക്കും എങ്ങനെ ഒരാളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ എങ്ങനെയെങ്കിലും പറ്റുമോ എന്നൊക്കെ കുറേ മിക്കവരെയും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഞാൻ ഇവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് PC യോ ലാപ്ടോപ്പോ ഉള്ള ഒരാളാണെങ്കിൽ ആകെ ആവശ്യമുള്ള ടൂൾ എന്ന് വെച്ചാൽ കാളി ലിനക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഒരു സോഫ്റ്റ്വെയർ, അതായത് ഇപ്പം വിൻഡോസിലായാലും ലിനക്സിൽ, മാക്ക്, ഇതിൽ ഏതിലാണെങ്കിലും നമുക്ക് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ലാപ്പ് ഇല്ലാത്ത ഒരാൾക്കും അയാളുടെ ഒരു 2 GB ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഹാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടൂൾ എന്ന് വെച്ചാൽ ടെർമിക്സ് ആണ്. ടെർമിക്സ് നമ്മളിപ്പോൾ കാളി ലിനക്സ് ആയാലും ടെർമിക്സ് ആയാലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ വെറുതെ വെച്ചാൽ ഹാക്ക് ആവില്ല. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ PC ലാപ്ടോപ്പുള്ള ആൾക്കാർക്ക് കൂടുതൽ ഹാക്കിങ്ങിന് ഒരു എന്താ പറയുക എബിലിറ്റി കൂടുതൽ. കാര്യം അതിൽ തന്നെയാണ് കൂടുതൽ ടൂൾസ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത്. കാര്യം അത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാളി ലിനക്സ്, അതുപോലെ തന്നെ ഹാക്കേഴ്സും. അപ്പോൾ കാളി ലിനക്സ് എങ്ങനെയാണ് നമ്മളുടെ PC ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തൊക്കെ അതിൽ നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്ത് നോക്കണം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ ഒറാക്കിൾ VM വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു വിർച്വൽ ബോക്സ് വേണം ഡൗൺലോഡ് ചെയ്യാൻ. കാര്യം ഇതിലാണ് നമ്മൾ കാളി ലിനക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ പോകണം. അപ്പോൾ ഡൗൺലോഡ്സിൽ നമുക്കിപ്പോൾ വിൻഡോസും OS, സോളാറിസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ PC ബേസ് ചെയ്താണ് കൊടുക്കാൻ. അപ്പോൾ വിൻഡോസ് ആണ് ഞാൻ കൊടുത്തത്. ഇതിൽ നിങ്ങൾ സേവ് ഫയൽ കൊടുക്കണം. ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്താൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. എല്ലാം നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് നേരം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിർച്വൽ ബോക്സ്. ഇനി അടുത്ത് നമ്മൾ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാളി ലിനക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ കാളി ലിനക്സ് ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന സൈറ്റ് സെർച്ച് ചെയ്തിട്ട് അതിൽ ഈ ഒരു ലിങ്ക് വേണം ഓപ്പൺ ചെയ്യാൻ. എൻ്റെ നെറ്റ് ഒരല്പം സ്ലോ ആണ്, അപ്പോൾ അത് ഓപ്പൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാളി ലിനക്സിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ 64 ബിറ്റും ഉണ്ട്, 32 ബിറ്റും ഉണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ടും ടൊറൻറ്റ് വൈസും ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഇതിൽ 32 ബിറ്റേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ
അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ലിങ്ക് വരും. അപ്പോൾ 32 ബിറ്റാണെങ്കിൽ 1.8 GB, 64 ആണെങ്കിൽ 2.2 GB ആണ്. അപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓൺ ആവുന്നത്. ഇതിൽ ഈ സൈഡിൽ കിടക്കുന്ന 4 എണ്ണവും നിങ്ങൾ നോക്കേണ്ട, ഞാൻ നേരത്തെ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇടുന്ന ഒരു ഇതിൽ നിങ്ങൾ ആ ഒരു ഫയലിൻ്റെ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത കാളി ലിനക്സിൻ്റെ ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. ഓപ്പൺ. വേറെ ചേഞ്ചൊന്നും ഇതിലിപ്പോൾ കൊടുക്കണ്ട. നമുക്കപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് ഇമ്പോർട്ട് ആവാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അപ്പോൾ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് നോക്കുമ്പോൾ നമ്മൾ കാളി ലിനക്സ് ഫയൽ ഓപ്പൺ ആകും. ഇതിലിപ്പോൾ ഒരു എറർ കാണിച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ അത് എറർ എന്ന് പറയുന്നത് നമ്മുടെ USB-യുടെ അവിടെയാണ് നമ്മുടെ എറർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാളി ലിനക്സ് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂസർ നെയിമിൻ്റെ സ്ഥാനത്തും പാസ്വേഡിലും നിങ്ങൾ കാളി എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. എന്നിട്ട് ലോഗിൻ ചെയ്യണം. നമ്മുടെ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ കാളി എന്നും പറഞ്ഞൊരു ഇതിലാണ് വർക്കാവുന്നത്. നമുക്കിനി റൂട്ടിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് ടൂൾസ് ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് റൂട്ടിലോട്ട് മാറ്റാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് നമുക്കിപ്പോൾ ഹുവാമൈ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാളി എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇനി റൂട്ടിലോട്ട് മാറ്റാൻ വേണ്ടി sudo -i എന്നൊരു കമാൻഡ് ഉണ്ട്. sudo -i ഈ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ പാസ്വേഡ്, നമ്മുടെ കാളിയുടെ പാസ്വേഡ് ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, KLI. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് റൂട്ടിലോട്ട് മാറും. ഇവിടെ നമ്മൾ റൂട്ടിലോട്ട് മാറിയിട്ട് അതിന് പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പാസ്വേഡിൻ്റെ കമാൻഡ് അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യുള്ളത് വരും. ഇവിടെ നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ കാണത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് പോയാൽ മതി. അപ്പോൾ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ റീബൂട്ട് ചെയ്യണം. നമ്മളിനി റൂട്ടിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റീബൂട്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് എന്ന് വേണം യൂസർ നെയിം കൊടുക്കാൻ. അപ്പോൾ റൂട്ടെന്ന് കൊടുക്കാം. പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നേരത്തെ കൊടുത്ത പാസ്വേഡ് വേണം കൊടുത്ത് ലോഗിൻ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ റൂട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കാൾ ലിനക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ക്രീന് ഫുള്ളാക്കാനുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാൾ ലിനക്സിലെ വേരിയസ് ടൂൾസാണ് ഇതൊക്കെ. ഇതിൽ നമുക്ക് പല ടൂൾസും ഉണ്ട്. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ളത്, പിന്നെ വൾനറബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്, അതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾസ്, ഡേറ്റാബേസ്, പാസ്വേഡ് അറ്റാക്ക്, വയർലെസ്, അതായത് നമ്മളെ വൈഫൈ ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ളത് വൈഫൈക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യം കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് ഓരോ കമാൻഡ്, ഇനി ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഓരോ കമാൻഡും ടൈപ്പ് ചെയ്ത് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഗിറ്റാണ്, GIT. ഞാൻ ഇതിൻ്റെ എല്ലാം കോഡുകൾ ഡിസ്ക്രിപ്ഷനിലിടും, അപ്പോൾ നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ ഗിറ്റ് ഹബിൽ ലിങ്ക് ചെയ്യാനാണ്. ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടണം. എന്നാൽ മാത്രമേ അതേ കാര്യം നമ്മൾ കുറേ കോഡൊക്കെ ഗിറ്റ് ഹബിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഗിറ്റിൽ എന്തായാലും നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണം. അടുത്തത് PHP, പിന്നെ അടുത്തത് കേൾ, ഇനി പൈതൺ, അടുത്ത പൈതൺ 2, ഇനി പൈതൺ 3. അപ്പോൾ നമ്മൾ കാൾ ലിനക്സിൽ ആവശ്യമുള്ള എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ വരെ നമ്മൾ ഹാക്കിംഗ്, ഓരോ ടൈപ്പ് ഹാക്കിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ താങ്ക് യു.